വാർത്തകൾ തുടരുന്നു. വലപ്പാട് കരയാമുട്ടം ധർമ്മവിലാസം നോർത്ത് LP സ്കൂളിന്റെ ശതാബ്ദി ആഘോഷങ്ങളുടെ സമാപന സമ്മേളനവും യാത്രയപ്പും ശനിയാഴ്ച നടക്കുമെന്ന് സംഘാടക സമിതി ഭാരവാഹികൾ വാർത്താ സമ്മേളനത്തിൽ അറിയിച്ചു. സ്കൂളിലെത്തിച്ചേരുമ്പോൾ 101 പേർ പങ്കെടുക്കുന്ന തിരുവാതിരക്കളി സംഘടിപ്പിക്കുന്നു. കൂടാതെ ഈ ശതാബ്ദി ആഘോഷവുമായി ബന്ധപ്പെട്ട് ഒരു ഹാൾ, ചെറിയൊരു മിനി ഹാൾ അവിടെ ജനകീയമായിട്ട് അവിടെ ആരംഭിക്കുകയാണ്. അതിന് പ്രാരംഭമായിട്ടുള്ള പ്രവർത്തനങ്ങൾ ആരംഭിക്കുകയാണ്. ഒരു കടമ്പറയും SNDP മാനേജ്മെന്റാണ്, എങ്കിൽ പോലും ജനങ്ങൾ ഏറ്റെടുത്തുകൊണ്ട് സ്കൂളിന്റെ ശതാബ്ദി ആഘോഷം നടത്തുകയാണ്. രാവിലെ 9 മണിക്ക് കോതകുളം ബീച്ചിൽ നിന്ന് സ്കൂളിലേക്ക് ഘോഷയാത്ര നടക്കും. 101 പേർ പങ്കെടുക്കുന്ന തിരുവാതിരക്കളി അരങ്ങേറും. ഘോഷയാത്രയ്ക്ക് ശേഷം നടക്കുന്ന യാത്രയപ്പ് സമ്മേളനം ഗീതാ ഗോപി MLA ഉദ്ഘാടനം ചെയ്യും. കവി ഏങ്ങണ്ടിയൂർ ചന്ദ്രശേഖരൻ മുഖ്യാതിഥിയാകും. വിരമിക്കുന്ന അധ്യാപിക KP ശോഭയ്ക്കുള്ള ഉപഹാര സമർപ്പണം വലപ്പാട് AEO TD അനിതകുമാരി നിർവഹിക്കും. വൈകിട്ട് 4-ന് നടക്കുന്ന ശതാബ്ദി സമാപന സമ്മേളനം സംസ്ഥാന കൃഷി വകുപ്പ് മന്ത്രി VS സുനിൽകുമാർ ഉദ്ഘാടനം ചെയ്യും. തളിക്കുളം ബ്ലോക്ക് പഞ്ചായത്ത് പ്രസിഡന്റ് MR സുഭാഷിണി മുഖ്യപ്രഭാഷണം നടത്തുന്ന ചടങ്ങിൽ നടൻ ലിഷോയ് മുഖ്യാതിഥിയാകും. നടൻ നന്ദകിഷോർ ഫലിതഭാഷണം നടത്തുമെന്നും ഭാരവാഹികൾ അറിയിച്ചു. പ്രധാന അധ്യാപിക VU ഗീത, അഡ്വക്കേറ്റ് TN സുനിൽകുമാർ, VR ജഗദീശൻ, KK സുകുമാരൻ എന്നിവർ വാർത്താ സമ്മേളനത്തിൽ പങ്കെടുത്തു. വലപ്പാട് വാടാനപ്പള്ളി പോലീസിന്റെയും കടലോര ജാഗ്രതാ സമിതിയുടെയും സംയുക്താഭിമുഖ്യത്തിൽ മത്സ്യത്തൊഴിലാളികൾക്കായി ഏകദിന പഠന പരിശീലന ക്ലാസ് സംഘടിപ്പിച്ചു. തൃശൂർ സ്പെഷ്യൽ ബ്രാഞ്ച് DYSP KA സുരേഷ് ബാബു പരിശീലന ക്ലാസ് ഉദ്ഘാടനം ചെയ്തു. വലപ്പാട് CI CR സന്തോഷ് അധ്യക്ഷനായിരുന്നു. വലപ്പാട് വാടാനപ്പള്ളി SIമാരായ മഹേഷ് കണ്ടമ്പേത്ത്, D ശ്രീജിത്ത് എന്നിവർ സംസാരിച്ചു. മത്സ്യത്തൊഴിലാളികൾക്കുള്ള ഫിഷറീസ് വകുപ്പിന്റെ പദ്ധതികളും ആനുകൂല്യങ്ങളും കടലോര ജാഗ്രതാ സമിതി പ്രവർത്തനവും സുരക്ഷയും എന്നീ വിഷയങ്ങളിൽ ഫിഷറീസ് അസിസ്റ്റന്റ് ഡയറക്ടർ KG രാമദാസ്, അഴീക്കോട് കോസ്റ്റൽ CI PR ബിജോയ് എന്നിവർ ക്ലാസ് എടുത്തു. ഫയർ ആൻഡ് റെസ്ക്യൂവിന്റെ പ്രവർത്തനത്തെക്കുറിച്ച് ഫയർ ആൻഡ് റെസ്ക്യൂ ഇരിഞ്ഞാലക്കുട യൂണിറ്റ് ഉദ്യോഗസ്ഥരും ക്ലാസ് എടുത്തു. ജില്ലാ മെഡിക്കൽ ഓഫീസിന്റെ നേതൃത്വത്തിൽ സംഘടിപ്പിക്കുന്ന ആരോഗ്യ ബോധവൽക്കരണ സന്ദേശയാത്രയ്ക്ക് പെരിഞ്ഞനം പഞ്ചായത്തിൽ സ്വീകരണം നൽകി. പെരുമ്പാമ്പും വഴിമാറും കണ്ടാലറിയാ കൊണ്ടറിയും ഇവിടെ മരുന്ന് മാധവനല്ലേ മാനിപ്പോ ഇതിന്റെ അടുത്ത് മരുന്ന് വെട്ടാനുള്ള പരിചയല്ലേ? വലിയ വലിയ ഡിഗ്രിയാ. മോശമൊന്നുമില്ലാട്ടാ, നല്ല കൈപുണ്യ. ഇന്നാളിന്റെ അസുവിനെ വയറിളക്കം വന്നിട്ട് ചെയ്യാത്ത മരുന്നില്ല. അവനൊരു കഷായം കടേശന്റെ കാക്കിട്ട പോലെ ആ പടം നിന്ന് പൂച്ചഭാഗ്യം. പെരിഞ്ഞനം ഗ്രാമപഞ്ചായത്ത് പ്രസിഡന്റ് KK സച്ചിത് ഉദ്ഘാടനം ചെയ്തു. നമ്മൾക്ക് അതിരാവിലെ കുളിച്ച് കുട്ടപ്പനായി സ്പ്രേ ഒക്കെ ചെയ്ത് പുറത്തു വരുമ്പോൾ നമ്മൾ വ്യക്തി ശുചിത്വം ഉണ്ടാകുന്നുണ്ട്. പക്ഷേ നമ്മുടെ പരിസരം ശുചിത്വമുണ്ടോ? നമ്മൾ ജീവിക്കുന്ന വീടിന് 4 ചുറ്റും നമ്മുടെ വെള്ളക്കെട്ടും കൊതുകും പ്ലാസ്റ്റിക്കും ആവശ്യമില്ലാത്ത എല്ലാ പാഴ്വസ്തുക്കളും ചേർന്ന് മലീമസമാണ്. ഇതിന് നമുക്ക് നിർമ്മാർജ്ജനം ചെയ്യേണ്ടത് പഞ്ചായത്തല്ല, ആരോഗ്യ പ്രവർത്തകരുമല്ല, നമ്മൾ തന്നെയാണ്. വൈസ് പ്രസിഡന്റ് സായിദ മുത്തുക്കോയ തങ്ങൾ അധ്യക്ഷത വഹിച്ചു. പെരിഞ്ഞനം സാമൂഹികാരോഗ്യ കേന്ദ്രം സൂപ്രണ്ട് സാനു M പരമേശ്വരൻ, ബിഞ്ചു C ജേക്കബ്, സിന്ധു ഉണ്ണി, ബിന്ദു ലോഹിതാക്ഷൻ, റീജ ദേവദാസ് എന്നിവർ സംസാരിച്ചു. കയ്പമംഗലം ഗ്രാമപഞ്ചായത്തിന്റെയും കയ്പമംഗലം പ്രാഥമികാരോഗ്യ കേന്ദ്രത്തിന്റെയും സംയുക്താഭിമുഖ്യത്തിൽ ക്യാൻസർ ബോധവൽക്കരണ ക്ലാസ് സംഘടിപ്പിച്ചു. ഗ്രാമപഞ്ചായത്ത് പ്രസിഡന്റ് TV സുരേഷ് ഉദ്ഘാടനം ചെയ്തു. അപ്പോൾ ആൾക്ക് നല്ല ബോധമൊക്കെ ഉണ്ട്, സമ്മതിക്കുന്നതിന് തൊട്ട് മുമ്പ് വരെ സംസാരിക്കുന്നൊക്കെ ഉണ്ട്. ഭക്ഷണം കഴിക്കാണ്ടായിട്ട് കുറേ നാളുകളായിട്ടുണ്ട്. അങ്ങനെ ആമാശയത്തിലെ ക്യാൻസർ വന്നു മരിച്ചു. അപ്പോൾ അവൻ്റെ വർത്തമാനം ജീവിക്കാനുള്ള ആഗ്രഹം ഇവനോട് പറയുന്ന കാര്യങ്ങളൊക്കെ നമുക്ക് സങ്കടം വരും. അപ്പോൾ ആള് സസ്യാഹാരം മാത്രം കഴിച്ചിരുന്ന ആളല്ല, ബ്രാഹ്മണനാണ്. ഒരു നോൺ ഒന്നും കഴിക്കാത്ത ആള്, മദ്യം കഴിക്കാത്ത ആളൊക്കെ ആയിരുന്നു. അപ്പോൾ അതൊന്നും എല്ലാവരും തന്നെ ഇപ്പോൾ ക്ലാസ് എടുക്കുമ്പോൾ സാറ് പറയുമല്ലോ, വിവിധങ്ങളായ കാരണങ്ങളെ കൊണ്ട് നമുക്ക് ഇതൊക്കെ വരുന്നുണ്ട്. നമ്മുടെ തീരപ്രദേശമാണെങ്കിൽ
ഈ കടലോര പ്രദേശത്ത് ക്യാൻസർ രോഗികൾക്ക് ഗംഗാധരൻ ഡോക്ടർ വന്നിട്ട് പെരിഞ്ഞത്ത് ക്ലാസ്സിൽ പോകുമ്പോൾ പറയുന്നത് കേട്ടു, ഈ തീരപ്രദേശത്ത് ക്യാൻസർ രോഗികളുടെ എണ്ണം മറ്റു പ്രദേശത്തെ അപേക്ഷിച്ച് ക്രമാതീതമായി കൂടുതലാണെന്ന്. ആരോഗ്യ വിദ്യാഭ്യാസ സ്റ്റാൻഡിംഗ് കമ്മിറ്റി ചെയർപേഴ്സൺ ജിസ്നി ഷാജി അധ്യക്ഷത വഹിച്ചു. ഹെൽത്ത് ഇൻസ്പെക്ടർ KA സുശീല, പഞ്ചായത്ത് അംഗങ്ങളായ അഖില വേണി, KA സൈനുദ്ദീൻ, OB രഗിൻ, VK ഷാജിദ എന്നിവർ സംസാരിച്ചു. പാലിയേറ്റീവ് കെയർ പ്രസിഡന്റ് M രാമകൃഷ്ണൻ ക്ലാസ് നയിച്ചു. പെരിഞ്ഞനത്ത് തൊഴിലുറപ്പ് തൊഴിലാളികളുടെ നേതൃത്വത്തിൽ കുളം നിർമ്മിച്ചു. 10ാം വാർഡിൽ ഡോക്ടർ ഹർഷകുമാറിന്റെ സ്ഥലത്താണ് കുളം നിർമ്മിച്ചത്. ഗ്രാമപഞ്ചായത്ത് പ്രസിഡന്റ് KK സച്ചിത് ഉദ്ഘാടനം ചെയ്തു. നമ്മുടെ പെരിഞ്ഞനം ഗ്രാമപഞ്ചായത്ത് പല വാർഡുകളിലും ഇതുപോലുള്ള നീർത്തടങ്ങൾ സൃഷ്ടിക്കുന്നുണ്ട്. ഇപ്പോൾ ഈ വാർഡിൽ എനിക്ക് സന്തോഷം തോന്നിയത് ഇത് വളരെ ഭംഗിയായിട്ടുണ്ടാക്കിയിട്ടുണ്ട്. സാധാരണ കുളം കുഴിക്കുന്ന ഒരിതിൽ നിന്ന് വ്യത്യസ്തമായി കുറച്ചുകൂടി ഭംഗിയായി വൃത്തിയായി ഈ ജോലി ഇവിടെ ചെയ്തിട്ടുണ്ട്. അതിന് നിങ്ങളെ അഭിനന്ദിക്കുക. ആരോഗ്യ വിദ്യാഭ്യാസ സ്റ്റാൻഡിംഗ് കമ്മിറ്റി ചെയർമാൻ PA സുധീർ അധ്യക്ഷത വഹിച്ചു. ഹേമലത കൊല്ലാറ, അശ്വിൻ ഹർഷൻ എന്നിവർ സംസാരിച്ചു. 100 ദിവസം പണി പൂർത്തിയാക്കിയ തൊഴിലാളികളെ ചടങ്ങിൽ ആദരിച്ചു. കുഞ്ഞുണ്ണി മാഷുടെ 11ാം അനുസ്മരണത്തിന്റെ ഭാഗമായി ഗാന്ധിതീരം ഫൗണ്ടേഷന്റെ ആഭിമുഖ്യത്തിൽ നാളെ വലപ്പാട് കുഞ്ഞുണ്ണി സ്മൃതിയും അവാർഡ് സമർപ്പണവും നടത്തും. വൈകിട്ട് 3 മണിക്ക് കുഞ്ഞുണ്ണി മാഷുടെ വീട്ടിലാണ് ചടങ്ങ് നടക്കുക. മാഷുടെ സ്മൃതി കുടീരത്തിൽ പുഷ്പാർച്ചനയ്ക്ക് ശേഷം നടക്കുന്ന അനുസ്മരണ ചടങ്ങ് എഴുത്തുകാരി പാർവതി പവനൻ ഉദ്ഘാടനം ചെയ്യും. ഗാന്ധിതീരം കുഞ്ഞുണ്ണി സ്മൃതി പുരസ്കാരം പരിസ്ഥിതി സംരക്ഷകൻ കൊടകര മോഹൻദാസിന് പാർവതി പവനൻ സമ്മാനിക്കും. വലപ്പാട് ഉപജില്ലയിൽ വിദ്യാരംഗം സാഹിത്യ മത്സരത്തിൽ 1ാം സ്ഥാനം നേടിയവർക്ക് കുഞ്ഞുണ്ണി മാഷ് പ്രതിഭാ പുരസ്കാരവും സമ്മാനിക്കും. കഥാകൃത്ത് അശോകൻ ചെരുവിൽ അധ്യക്ഷനാകും. നോവലിസ്റ്റ് K രഘുനാഥൻ അനുസ്മരണ പ്രഭാഷണം നടത്തും. ഈ വർഷം സർവീസിൽ നിന്ന് വിരമിക്കുന്ന ഗാന്ധിതീരം ഫൗണ്ടേഷൻ പ്രവർത്തക കൂടിയായ അധ്യാപകരായ PP രാജൻ, CK മേഖല എന്നിവരെ ഫൗണ്ടേഷൻ ചെയർമാൻ തമ്പി കളത്തിൽ ആദരിക്കും. തുടർന്ന് വിദ്യാർത്ഥികൾ അവതരിപ്പിക്കുന്ന കാവ്യാലാപനവും നടക്കും. കമല സുരയ്യയുടെ ജീവിതം ആസ്പദമാക്കിയെടുക്കുന്ന കമൽ ചിത്രം ആമിയുടെ ചിത്രീകരണം തുടങ്ങി. തൃശൂർ പുന്നയൂർ കുളത്തെ കമല സുരയ്യയുടെ നാലപ്പാട്ട് തറവാട്ടിലാണ് ആദ്യഘട്ട ചിത്രീകരണം. ആമിയുടെ പ്രിയപ്പെട്ട നീർമാതളച്ചോട്ടിൽ വച്ചാണ് സിനിമയുടെ ആദ്യ ക്ലേപ്പടിച്ച് കമൽ ചിത്രീകരണം തുടങ്ങിയത്. കേന്ദ്ര കഥാപാത്രം കമല സുരയ്യയായി അഭിനയിക്കുന്ന മഞ്ജു വാര്യർ അടക്കമുള്ള താരങ്ങളും ഗുരുവായൂർ MLA അബ്ദുൽ ഖാദർ അടക്കമുള്ള രാഷ്ട്രീയ സാംസ്കാരിക രംഗത്തെ പ്രമുഖരും സ്വിച്ച് ഓൺ കർമ്മത്തിനെത്തി. സിനിമയുടെ ആദ്യ ഷെഡ്യൂൾ ഒറ്റപ്പാലത്തും പിന്നീട് ചിത്രീകരണം കൊച്ചി, കൽക്കത്തയിലും വെച്ച് നടക്കും. പൃഥ്വിരാജ്, അനൂപ് മേനോൻ, മുരളി ഗോപി, KPS ലളിത എന്നിവരാണ് പ്രധാന കഥാപാത്രങ്ങളായി എത്തുന്നത്. പ്രധാന വാർത്തകൾ ഒരിക്കൽ കൂടി. തൃശൂർ പട്ടിക്കാട് 4 കിലോ കഞ്ചാവുമായി പാലക്കാട് സ്വദേശിയെ പോലീസ് പിടികൂടി. മീനമാസ ചുടുകാറ്റിൽ കോമരം തുള്ളുന്ന അരയാലിലകൾ സാക്ഷി. കുരുമ്പക്കാവിനെ ചെമ്പട്ടുടുപ്പിച്ച് കോഴിക്കല്ല് മൂടൽ ചടങ്ങ് നടന്നു. തൃപ്രയാർ സെന്റ് ജൂഡ് ദേവാലയത്തിന് നേർക്ക് സാമൂഹ്യവിരുദ്ധരുടെ ആക്രമണം തുടർച്ചയാകുന്നു. ഇതോടെ വാർത്താ ബുള്ളറ്റിൻ പൂർണ്ണമാകുന്നു. നമസ്കാരം.